ഞാൻ ഹൈമാവതി കൃഷി വിഭവം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു കോയക്കത്ത് ഒരു കുരുടിപ്പ് ഒരു ചപ്പ് ഒരു കരിച്ചിൽ പോലെയെല്ലാം ഉണ്ട്. ആ കരിച്ചിൽ വരുന്നതിന് ഒരു മരുന്നടിക്കാനാണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കരിച്ചൽ എല്ലാം തീർത്തിട്ട് ഇതാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. 1 ലിറ്ററിൽ ഒരു 500 എടുത്തിട്ടില്ലേ? കണ്ടോ? ഇതിനകത്ത് കുറച്ച് കോപ്പർ പൊടി, കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം. ഇത് പിന്നെ കണ്ടോ, ഇത് മരിച്ചിട്ടുന്നൊരു കോപ്പർ ക്ലോറൈഡ് ഉണ്ടോ. ഇത് ലേശം എടുത്തിട്ട് ലേശം ഒരു സ്പൂൺ എടുത്ത ഒരു ടീസ്പൂൺ വേണ്ട, ഒരു 2 ഗ്രാമേ വേണ്ടു 1 ലിറ്ററിന്. ഇങ്ങനെ ഒരു നുള്ളേ വേണ്ടു. അത്ര മതി. പിന്നെ കുറച്ച് വേപ്പെണ്ണ വെച്ചുകൂടാ. വേപ്പെണ്ണ ഇതിനകത്ത് വയ്ക്കുക. കുറച്ച് വേപ്പെണ്ണ, പിന്നെ കുറച്ച് ചുണ്ണാമ്പ്, ആണല്ലേ? കുറച്ച് ചുണ്ണാമ്പ്, ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇത് കലക്കുക. ഇങ്ങനെ കലക്കിയിട്ട് ഇതൊക്കെ അടിച്ചു കൊടുത്താൽ ഈ കരിച്ചലിന് ഇല കരിയുന്നതിന് ഇലയെല്ലാം കരിഞ്ഞിട്ടേ ഉള്ളൂ, തീർത്തിട്ടൊന്നുമില്ല. എല്ലാം ഒരു മോശമായിട്ടില്ല. കോഴക്കൊക്കെ മേടിക്കാൻ അടിക്കാനാണ് ഞാനിപ്പോൾ ഇതാക്കി വെക്കുന്നത്. ഇത് കോഴക്ക അടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ. ഇതിനകത്ത് എണ്ണ വേപ്പെണ്ണി കൂടി അടിച്ചിട്ട് വേപ്പെണ്ണയും കുറച്ച് ചുണ്ണാമ്പും കുറച്ച് ഇതും കോപ്പർ ക്ലോറൈഡ്. ഇനി ഇത് മഞ്ഞളൊന്നും കൂട്ടുന്നില്ല. എന്താ വെച്ചാൽ മഞ്ഞളൊന്നും കൂട്ടുന്നില്ല. അത് പിന്നെ വേണ്ടി കഴിക്കാം. ഇപ്പം തൽക്കാലം ആ കരിച്ചൽ മാറാനോ. കുറേ ആയി ഉപയോഗിക്കാതെ കൊണ്ട് ഇത് എന്താണെന്ന് അറിയാൻ കഴിയില്ല. പമ്പിൻ്റെ എല്ലാം കാര്യം പോക്കാം. നോക്കി പറ്റുമോ? അടിക്കാൻ പറ്റുമോ? ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ കരിച്ചൽ പെട്ടെന്ന് മാറും. മഴക്കാലമായതുകൊണ്ട് ഒരിക്കൽ അടിച്ചാലൊന്നും മാറും തോന്നില്ല. മഴ പെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം, ഒരു 1 മണിക്കൂർ സമയം മഴ പെയ്തിട്ട് ഉണങ്ങാൻ പറ്റണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. നോക്കട്ടെ. കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് അടിക്കുന്നിടത്തേക്ക് പോവാം. നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുത്തോ. വേണ്ട അതേ വെച്ച് ചപ്പെല്ലാം ഇങ്ങനെ ആയിട്ട് വേണ്ട, തിരി വരുന്നുണ്ട്. അത് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. ഇത് അടിച്ചു കൊടുത്താൽ ആ പഴുപ്പൊന്ന് കൊടുക്കണം. പഴുപ്പ് നാട്ടിൽ കായ് ഉണ്ടാവുന്ന തുടങ്ങി ഇല്ല, എല്ലാം നശിച്ചു പോയി ഈ മഴ കൊണ്ട്. അതുകൊണ്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. കേട്ടില്ലേ? അതാ ഇങ്ങനെ നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ പിന്നെ ഈ പഴുപ്പ് വേണ്ട. ഇതാ ഇത് വേണ്ട, ഈ പഴുത്തെല്ലാം ഇതാ ഇത് കണ്ടില്ലേ? ഇതെല്ലാം പറിച്ച് കളയണം. ഇതെല്ലാം തിരിയെല്ലാം പറിച്ച് കളയണം. എന്നിട്ട് അടിച്ചു കൊടുക്കണം. ഇതെല്ലാം പഴുത്ത് നാശമായിട്ട്. അത് ഈ മഴ കൊണ്ടാണ് ഇങ്ങനെ പോയത്. മറ്റേ നല്ലോണം ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവേണ്ടതാണ്. പിന്നെ മരുന്നൊന്നും അടിക്കാനും പറ്റിയിട്ടില്ല. മഴ കൊണ്ടൊന്നും അടിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ മഴക്കാലമായത് ഒന്നും കൂടി ഒരു ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അടിച്ചു കൊടുക്കാം.
ഉണ്ടാകുന്നില്ല. ഇതെല്ലാം തേച്ച് പഴുപ്പ് വന്ന് നാട്ടുകാരായിപ്പോയി. അതേ പോയിപ്പോയി പോയ ചെറിയ പോയിപ്പോയി. നമുക്ക് നോക്കി നോക്കാം ഇത് കിട്ടുമോ നോക്കാം. കോയൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ. കോയൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ കോയൊക്കെ ഉണ്ടായിട്ടുണ്ട്, 2 പാടി ഉണ്ടായിട്ടുണ്ട്. കണ്ട 2-3 കോയക്ക ഇതായിട്ടുണ്ട് പച്ചക്ക്. ഇത് അടിച്ചു കൊടുത്താൽ 2-3 ദിവസം കഴിയുമ്പോഴൊക്കെ ഉണ്ട്. ഇത് അടിച്ചു കൊടുത്ത് മഴയില്ലാണ്ട് 1 മണിക്കൂർ കിട്ടിയാൽ മതി. 8 മണിക്കൂർ ഉണങ്ങി കിട്ടിയാൽ കായ് ഇതായിട്ട് കായ് വേഗം ഉണ്ടാവും. കോയൊക്കെ വരയ്ക്കാനുണ്ടാവും. കടയിലും ഉണ്ടാവുന്നില്ല കേട്ടോ. തലയെല്ലാം ചുരുണ്ട് പോയി. ഇതേറ്റ് പഴുപ്പ് വന്നിട്ട് നാശകരായിപ്പോയി. അതുകൊണ്ട് ഇതുകൊണ്ടില്ലേ ഒരു 3 കോയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനത് നോക്കിയിട്ടില്ല. ഒരു കരിക്കായില്ലേ കണ്ടില്ലേ. ഒരു 3 കോയക്ക ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഒരു 3 കോയക്ക ഇപ്പം എനിക്ക് പറിച്ച കിട്ടിയതാണ്. വേണ്ട ഇതിൻ്റെ അകത്ത് കിട്ടിയതാണ്. കണ്ടില്ലേ. അത് ഈ കോയക്ക ഉണ്ടായതുകൊണ്ട് നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും. നല്ല ഇതാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.